നിങ്ങൾ വലിയ കാര്യത്തിൽ സ്കൂളിലേക്ക് പോവുകയാണ്. പോയ സമയത്ത് അവിടുത്തെ കുട്ടികൾ നിങ്ങളെ കളിയാക്കുന്നു, ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മുടി ഷേവ് ചെയ്തിട്ടുണ്ട്. ഒരു റിലീജിയസ് കാരണത്താലാണ് മുടി ഷേവ് ചെയ്തിട്ടുള്ളത്. അപ്പം മൊട്ടയായിട്ട് പോയത് കൊണ്ടാണ് സ്കൂളിലെ പിള്ളേർ നിങ്ങളെ കളിയാക്കിയത്, ഭയങ്കരമായിട്ടുള്ള കളിയാക്കൽ. അപ്പം ഭയങ്കര വിഷമമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് അച്ഛനോടും അമ്മയോടും പറയും. അമ്മയും അച്ഛനും നമ്മളെ സമാധാനിപ്പിച്ച് അപ്പോട്ടോടെ കുഴപ്പമില്ല, ഒന്നും സീനില്ല, നീ ഒരിക്കൽ ഇനി സ്കൂളിൽ പൊക്കോന്ന് പറഞ്ഞ് പറഞ്ഞു വിടും. പക്ഷേ ഈ കുട്ടി തൻ്റെ വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ബുള്ളി ചെയ്യാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരി നീ സ്കൂളിൽ പോകണ്ട, നിന്റെ ഈ വിഷമം മാറി നമുക്കൊരു സ്ഥലം വരെ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടീനെ ഹിമാലയത്തിൽ കൊണ്ടുപോയിട്ട് അവൻ അവിടുത്തെ 3 മാസം അവിടെ സന്തോഷമായിട്ട് ആർത്തുല്ലസിച്ച് കഴിഞ്ഞു. എന്നിട്ട് അവനെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിൽ തന്നെ അവന് പഠിക്കാനുള്ള ടീച്ചേഴ്സിനെ വരുത്തി സെറ്റ് ചെയ്ത് കൊടുത്തു. ആ വ്യക്തിനെ നമുക്കറിയാം, വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോറാണ്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആന്തം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ.